AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന കാര്യം തള്ളിക്കളയാതെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഞാൻ നിങ്ങളെ സസ്പെൻസിൽ നിർത്തുകയാണ്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് എന്തുകൊണ്ട് വാരണാസിയിൽ ആയിക്കൂടാ എന്ന ചോദ്യം പ്രിയങ്ക ഗാന്ധി തിരിച്ചു ചോദിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ അഭ്യൂഹങ്ങൾ പരന്നത്. ഞാൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ലെന്ന് രാഹുൽ കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. എന്റെ പാർട്ടി എനിക്ക് ആ ദൌത്യം തരികയാണെങ്കിൽ തീർച്ചയായും ഞാനത് ഏറ്റെടുക്കും, അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നതോടെ ഒരു വലിയ പോരാട്ടമാണ് മോദിയെ കാത്തിരിക്കുന്നത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നിയമിച്ചതു മുതൽ ഉയരുന്ന ചോദ്യമാണ് പ്രിയങ്ക എവിടെ മത്സരിക്കുമെന്നത്. അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി തുടങ്ങിയവരുടെ ജന്മസ്ഥലമായ അലഹബാദ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലാവാനാണ് സാധ്യത എന്നാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ ഇപ്പോൾ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കും എന്നത് സംബന്ധിച്ച സൂചനയാണ് രാഹുൽ ഗാന്ധി നൽകിയത്. നരേന്ദ്രമോദി പ്രിയങ്ക ഗാന്ധി പോരാട്ടം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ആര് ജയിക്കും? കണക്കുകൾ പറയുന്ന കഥ ഇങ്ങനെയാണ്. കാശിയിലെ വോട്ടർമാർക്ക് പ്രിയങ്ക ഗാന്ധിയെ MP ആയി വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പോസ്റ്ററാണ് 2019 ഏറ്റവും തീപാറുന്ന പോരാട്ടത്തിന്റെ സൂചന നൽകുന്നത്. ഒരാൾ പരിണതപ്രജ്ഞനായ 68-കാരനായ രാഷ്ട്രീയ നേതാവ്, മറ്റൊരാൾ സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ ആയിട്ടുള്ള 47-കാരിയായ രാഷ്ട്രീയക്കാരി. ഇവർ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? കണക്കുകൾ കഥ പറയും. ഉത്തർപ്രദേശിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ജാതി രാഷ്ട്രീയമാണ്. ഏതൊക്കെ വിഭാഗങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് പ്രധാനം. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചത് 3 ലക്ഷത്തിൽ പരം വോട്ടിനാണ്. എന്നാൽ ഈ ചരിത്രം മതിയാകുമോ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി എതിരാളിയായി വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ജയിക്കാൻ? വാരണാസി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കാം. പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ SP-BSP സഖ്യം പിന്തുണ പ്രഖ്യാപിക്കുമെന്നതിൽ തർക്കമില്ല. വാരണാസിയിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം വോട്ടാണ്. 3 ലക്ഷം മുസ്ലിം വോട്ടർമാർ മോദി ജയിച്ച മണ്ഡലത്തിലുണ്ട്. ഇതിൽ ഭൂരിഭാഗവും SP-BSP പിന്തുണയുള്ള പ്രിയങ്ക ഗാന്ധിക്ക് പോകും. 1.5 ലക്ഷം യാദവന്മാരുണ്ട് മണ്ഡലത്തിൽ. ഇവർ SP-യോടൊപ്പമായതിനാൽ ആ വോട്ടും പ്രിയങ്കയ്ക്ക് കിട്ടും. BSP പിന്തുണയുള്ളതിനാൽ 80,000 ദളിത് വോട്ടും പ്രിയങ്കയ്ക്ക് ലഭിക്കും. ഇങ്ങനെ നോക്കിയാൽ 5,30,000 വോട്ട് മണ്ഡലത്തിൽ പ്രിയങ്കയ്ക്ക് ഉറപ്പാണ്. ഇതിനു പുറമെ 2.5 ലക്ഷം വരുന്ന ബ്രാഹ്മണന്മാരും 1.5 ലക്ഷം വരുന്ന ഭൂമിഹാറുകളും പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തവരും മന്ത്രിമണ്ഡൽ വിഷയങ്ങളെ തുടർന്ന് BJPയെ പിന്തുണച്ചവരുമാണ്. ഇവർക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചുവരാൻ മറ്റ് തടസ്സങ്ങൾ ഇപ്പോഴില്ല. SP-BSP സ്ഥാനാർത്ഥികൾ ആണെങ്കിലേ ഇവർ കോൺഗ്രസ് സഖ്യത്തിന് വോട്ട് ചെയ്യാൻ മടിക്കൂ. BJPയുടെ വോട്ട് ബാങ്ക് പരിശോധിക്കാം. 2 ലക്ഷം വൈശ്യവന്മാരുടെ വോട്ട് BJPക്കാണ്. 1 ലക്ഷം രജപുത്രന്മാരുടെ പിന്തുണയും BJPക്കാണ്. 80,000 വരുന്ന ചൗരസ്യ, 65,000 വരുന്ന കയസ്ഥ, 2.5 ലക്ഷം ബ്രാഹ്മണർ, 1.5 ലക്ഷം ഭൂമിഹാർമാർ എന്നീ വോട്ടുകൾ ചേർത്താൽ മോദിക്ക് ലഭിക്കുക 8.5 ലക്ഷം വോട്ടാണ്. ഒന്നുകൂടി പരിശോധിച്ചാൽ ഇങ്ങനെ വിലയിരുത്താനാകും. BJPയെ പിന്തുണയ്ക്കുന്ന 2.5 ലക്ഷം ബ്രാഹ്മണർക്ക് പ്രിയങ്കയുടെ തൊട്ടുകൂടായ്മ ഉണ്ടാവില്ല. അപ്നാദൾ ഉള്ളതുകൊണ്ട് 1.5 ലക്ഷം വരുന്ന കുർമികൾ മോദിയെ പിന്തുണയ്ക്കാം. SP പിന്തുണയുള്ളതുകൊണ്ട് 1.5 ലക്ഷം യാദവന്മാരുടെ പിന്തുണ പ്രിയങ്കയ്ക്കാവും. 1 ലക്ഷം വരുന്ന രജപുത്രർ മോദിക്ക് വോട്ട് ചെയ്യും. 65,000 കയസ്ഥ വിഭാഗക്കാർ മോദിക്ക് വോട്ട് ചെയ്യും. 2 ലക്ഷം വരുന്ന വൈശ്യ വിഭാഗക്കാർ മോദിക്ക് വോട്ട് ചെയ്യും. 80,000 ചൗരസ്യ വിഭാഗക്കാർ മോദിക്ക് വോട്ട് ചെയ്യും. 1.5 ലക്ഷം വരുന്ന മോദിക്ക് വോട്ട് ചെയ്തിരുന്ന ഭൂമിഹാറുകാർക്ക് പ്രിയങ്ക വന്നാൽ പുനർവിചിന്തനം ഉണ്ടായേക്കാം. BSP പിന്തുണയുള്ളതുകൊണ്ട് 80,000 ദളിതുകൾ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യും. SP പിന്തുണയുള്ളതുകൊണ്ട് 3 ലക്ഷം മുസ്ലിങ്ങൾ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെ നോക്കിയാൽ മോദിയുടെ അടിസ്ഥാന വോട്ട് 5,95,000-ഉം പ്രിയങ്കയുടെ അടിസ്ഥാന വോട്ട് 5,30,000-ഉം ആണ് എന്ന് കാണാം. അപ്പോൾ വിധി നിർണ്ണയിക്കുക 4 ലക്ഷം വരുന്ന മേൽജാതി വോട്ടുകളാണ്. ഇവ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളും ഇപ്പോൾ BJP വോട്ടുകളുമാണ്. 4 ലക്ഷം വരുന്ന ബ്രാഹ്മണ ഭൂമിഹാർ വോട്ടുകളിൽ സാരമായ വിള്ളൽ വീഴ്ത്താൻ പ്രിയങ്കയ്ക്കായാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി നടക്കുക വാരണാസിയിലാകും.